ഇന്ന് ഞാൻ എല്ലാ ദിവസങ്ങളും രാവിലെ 5 മണിയാകുമ്പം റെയിൽവേ സ്റ്റേഷനിൽ വരും. ഈ ലോകം അവസാനിച്ചെന്ന് പറഞ്ഞാലും നമ്മുടെ നോയമ്പ് കാലത്ത് പോലും ഞാൻ ഇടയത്താഴ കഴിച്ചിട്ട് ഓടി സ്റ്റേഷനിൽ വരും. കാരണം പൊതുജനങ്ങൾ വരുന്നതിന് മുമ്പേ എനിക്ക് ആ സ്ഥാപനം വൃത്തിയാക്കണം. എൻ്റെ ലക്ഷ്യം അതാണ്. 10 പേര് വന്ന് ചവിട്ടി തേച്ചോ ഇവിടെ വൃത്തിയില്ല അത് പറയാൻ അത് കേൾക്കാനുള്ള മനസ്ഥിതിയില്ല. 5 മണിക്ക് വന്ന് അടുത്ത് ജനങ്ങൾ യാത്രക്കാർ വരുന്നതിന് മുമ്പ് തൂത്ത് വൃത്തിയാക്കുക, ക്ലീൻ ചെയ്യുക, ആളുകൾ വരുമ്പോൾ നീട്ടായിട്ട് അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളൊരു മനസ്ഥിതിയാണ്. അങ്ങനെ ഞാൻ അന്ന് ജോലി ചെയ്ത് ഇങ്ങനെ ട്രാക്കിൽ കൂടെ നല്ല കൊടും വെയിൽ, സമയം 9:35. അന്ന് വണ്ടി 1 മിനിറ്റ് ലേറ്റായിട്ട് വന്നു. 9:36 വന്നു. വണ്ടി വന്ന് നിൽക്കുന്ന സ്റ്റേഷനിൽ ഞാൻ പിറക്കി പോവുക, ട്രാക്കിൽ വേസ്റ്റ് പിറക്കി പോവുക. ഞാൻ പോയി കുറേ ദൂരം ചെന്നപ്പോഴത്തേക്ക് അപ്പം ഞാൻ ഇങ്ങനെ പിറക്കുന്ന കൂട്ടത്തെ ലൈൻ ഇങ്ങനെ ഒന്ന് നോക്കും. കയറ്റമിറക്കം ഈ വെള്ളി ചെയ്തെടുത്ത് അത് വിണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ കയറ്റമിറക്കം ഇച്ചിരി കൂടുതൽ കാണുന്നിടത്ത് ഞാൻ എന്ത് കൊടുക്കും, പെട്ടെന്ന് പോകും. അവിടെ ചെന്ന് നോക്കുമ്പോൾ കുഴപ്പമില്ല എന്നും പറഞ്ഞ് അങ്ങനെ പിറക്കിപ്പോയപ്പോൾ ഈ കയറ്റമിറക്കം ഞാൻ ദൂരെ നിന്ന് നോക്കിയപ്പോൾ ഒരു വല്ലാത്ത കയറ്റിറക്കം. ഇത് വിണ്ടിരിക്കുന്നതിൻ്റെ ഒരു ഭാഗം താന്നിരിക്കുന്നു, ഒരു ഭാഗം പൊങ്ങിയിരിക്കുന്നു. ഞാൻ അടുത്ത് സ്പീഡിന് ചെന്നു. അപ്പോഴത്തേക്ക് വണ്ടി വിട്ടു. അവിടുന്ന് വണ്ടി വിട്ടു. ഞാൻ ചെന്ന് കണ്ടതും പിന്നെ എന്താണ് ഞാൻ ചെയ്തതെന്നുള്ളത് എൻ്റെ വലിയവൻ എനിക്ക് തന്ന ആ ഒരു മനസ്ഥിതി എനിക്ക് ഇപ്പോഴും ചിന്തിക്കാൻ പറ്റുന്നില്ല. ഞാൻ എങ്ങനെ ഓടിയെന്നുള്ളത് പോലും ഇപ്പോഴും ആലോചിച്ചെടുക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇത് കണ്ടതും എൻ്റെ ആ വേസ്റ്റ് കൊട്ട കറക്റ്റ് അവിടെ അടയാളം വെച്ചു. അടയാളം വെച്ച് കയ്യിൽ കിടന്ന് ഗ്ലൗസ് ഊരി പിടിച്ചോണ്ട്, അപ്പം റെയിൽവേക്ക് ഒരു റൂളുണ്ട്, എന്തെങ്കിലും ഒരു അപകടം കണ്ടാൽ നമ്മളിതാ ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ കാണിക്കുമ്പോൾ ആ എതിരെ വരുന്ന ട്രെയിൻ നിർത്തണമെന്നുള്ളതാണ് ഈ അടയാളം. എന്നിട്ട് പോലും ട്രെയിൻ എൻ്റെ മുമ്പിൽ വരിക, ഞാൻ ഓടുന്നു. അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ യാത്ര ചെയ്യാതിരിക്കുന്നവരോ അയ്യോ ഇല്ല പെങ്കൊച്ചതാ ട്രെയിനിൻ്റെ മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ പോകുന്നു. അവരറിയുന്നില്ല, അവർ യാത്രയ്ക്ക് വന്നവർ. അന്ന് ഐലൻഡ് എക്സ്പ്രസ് 1 മണിക്കൂർ ലേറ്റ് കന്യാകുമാരി പോകുന്നത്. അതിന് വന്ന യാത്രക്കാർ പറയുന്ന അയ്യോ, അപ്പൊ എന്നെ അറിയുന്നവർ പറയുന്ന അയ്യോ സൈനവ എന്തിനാ വണ്ടിയുടെ മുമ്പിൽ ഓടുന്നേ. എനിക്ക് ഇങ്ങോട്ടും മറുപടിയില്ല, ഇങ്ങോട്ടും മറുപടിയില്ല, ഒരു സ്വയബോധമില്ല. ഞാൻ മെറ്റിലിന്റെ പുറത്തും പാളത്തിന്റെ പുറത്തും കട്ടയുടെ പുറത്തും ഓടി എന്തായാലും ഇഞ്ചിന്റെ അടുത്ത് ചെന്നപ്പോഴത്തേക്ക് അവർ വണ്ടി നിർത്തി. അതിനു മുമ്പേ തന്നെ ഞാൻ ഓടുന്ന കണ്ടുകൊണ്ട് അവര് മെയിൽ അധികാരിയെ വിളിച്ചേച്ച് ചോദിച്ച്, സാറേ ഇവിടുത്തെ ക്ലീനിങ് സ്റ്റാഫ് വണ്ടി നിർത്താൻ കൈ കാണിക്കുന്നു, എന്ത് ചെയ്യണം? ട്രിവാൻഡ്രത്ത് അവരുടെ ഉദ്യോഗസ്ഥര് പറഞ്ഞു അങ്ങനെ കരുനാഗപ്പള്ളിയിൽ നിന്ന് സൈനവ പറഞ്ഞിട്ടുണ്ട്, എന്തേലും കണ്ടോണ്ടായിരിക്കും, എന്നാ വണ്ടി നിർത്തു. വണ്ടി നിർത്തി അവർ ഇറങ്ങി വന്ന് എന്താ കാര്യമെന്ന് ചോദിച്ചു. ഞാൻ പറയും സാറേ ഒരു വിള്ളല്, ട്രെയിൻ പാളത്തിലെ ഒരു വിള്ളല്. എവിടാ ഇത്? സാറേ ഞാനൊരു കൊട്ട അടയാളം വെച്ചേക്കുന്നുണ്ട് സാറേ, എൻ്റെ വേസ്റ്റ് കൊട്ട അടയാളം. ഇവരിറങ്ങി എൻ്റെ കൂടെ. അപ്പം എന്നെ വഴക്ക് പറഞ്ഞു, ഇങ്ങനെ ഓടാൻ പാടില്ല, നിങ്ങളൊരു കല്ല് തട്ടി വീണു, ഒരു പാളത്തെ തലയിടിച്ചു, ആരേക്കും? ആരെങ്കിലും സഹായിക്കാനുണ്ടോ? റെയിൽവേ ഒന്നും ഏക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഓടി വന്നത് ആപത്തിൽ നിന്ന് രക്ഷിക്കാനാണ്, പക്ഷെ നിങ്ങളുടെ ജീവൻ വിലപ്പെട്ടതാ, നിങ്ങളുടെ മക്കൾക്ക് ഇല്ലാതാവും എന്നും പറഞ്ഞ് വഴക്ക് പറഞ്ഞ് അവരെൻ്റെ കൂടെ നടന്നു വരുക. വണ്ടി ഇവിടെ കിടക്കുന്നു.